എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റത്തിനെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ, ഏറ്റവും ശക്തമായ ഭാഷയിൽ, ഏറ്റവും മൃഗീയമായ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അനധികൃതമായി കുടിയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളെ കണ്ടുകിട്ടിയാൽ അവരെ മൊട്ടയടിച്ച് ശരീരം മുഴുവൻ പച്ചകുത്തി ജയിലിൽ തട്ടുമെന്നാണ് ട്രംപിൻ്റെ ഏറ്റവും ഒടുക്കത്തെ മുന്നറിയിപ്പ്. എന്തായാലും US സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ പല തീരുമാനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. US കുടിയേറിയവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്നത് ട്രംപിൻ്റെ നയമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇതിനായി നിലവിൽ ഒരുപാട് ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ധാരാളമായി സെർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിർത്തികളെല്ലാം തന്നെ കാത്തു രക്ഷിക്കാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിർത്തി സംരക്ഷിക്കേണ്ടതിൻ്റെ ഭാഗമായി മാത്രം കാനഡയിലേക്കും അല്ലെങ്കിൽ മെക്സിക്കോയ്ക്കുമൊക്കെ താരിഫ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ട്രംപ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില രാജ്യങ്ങൾ അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ട്രംപിന് കൃത്യമായ ഐഡിയ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നാടുകടത്തിനോട് സഹകരിക്കാത്ത സാഹചര്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിന് ബദൽ മാർഗമായി ട്രംപ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പൈശാചികമായ, ഏറ്റവും ക്രൂരമായ ഒരു രീതിയാണ്. ഗ്വാണ്ടനാമോ തടവറയിലേക്ക് ഇവരെ മാറ്റുമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനം. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഈ ജയിലിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റുന്നതിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ജീവിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യരാണ്. അവരെ ഗ്വാണ്ടനാമോ പോലെയുള്ള അതിഭീകരമായുള്ള, ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു മനുഷ്യായുസിൽ പോലും പോകരുത് എന്ന് വിചാരിക്കുന്ന ഒരു സ്പേസിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായും ലംഘനവുമായും വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നു. ഇതുകൂടാതെ US നിന്നും നാട് കടത്തുന്നവരെ തങ്ങളുടെ മെഗാ ജയിലിൽ പാർപ്പിക്കാമെന്ന് എൽ സാൽവഡോർ അറിയിച്ചു കഴിഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരം. അനധികൃത കുടിയേറ്റത്തിന് കൂച്ചുവിലങ്ങിടാൻ ട്രംപിന്റെ മുട്ടൻ പണിയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം ഇതൊരു പേടിപ്പിക്കുന്ന ഒന്നാണ്, ഇതൊരു പേടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എൽ സാൽവദോർ പ്രസിഡന്റ് നൈബ് ബുഖെലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നമുക്കറിയാം എൽ സാൽവദോർ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക്, അവരുടെ ജയിലുകളിലേക്ക് തങ്ങളുടെ ഡീപ്പോർട്ട് ചെയ്തിട്ടും രാഷ്ട്രങ്ങൾ സ്വീകരിക്കാത്ത പൗരന്മാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, തടവിൽ പാർപ്പിക്കാം എന്നുള്ള കരാർ എഴുതപ്പെടുന്നത്. ജയിൽ സംവിധാനത്തിന്റെ ഒരു ഭാഗം US നീക്കിവെക്കാമെന്നാണ് ബുഖെലയുടെ വാഗ്ദാനം. ബുഖെലയോട് US അഗാധമായ നന്ദിയുള്ളവരാണെന്നും ഒരു രാജ്യവും ഇതുപോലൊരു സൗഹൃദം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും റൂബിയോ പറഞ്ഞു. തങ്ങളുടെ ജയിലുകൾ അമേരിക്കയ്ക്കായി തുറന്നുകൊടുത്ത് വരുമാനം നേടുകയാണ് എൽ സാൽവദോർ എന്ന രാഷ്ട്രത്തിന്റെ പ്രധാന ലക്ഷ്യം. മധ്യ അമേരിക്കയിലെ രാജ്യമാണ് എൽ സാൽവദോർ. ജയിൽ പ്രതികൾക്ക് സത്യത്തിൽ പേടി സ്വപ്നമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ജയിലുകളെക്കാൾ ഭേദം മരണമാണെന്ന് ഈ അനധികൃത കുടിയേറ്റക്കാർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞാൽ തന്നെ അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയ്ക്ക് ഭീകരമാണ് ഈ ജയിലുകളുടെ അവസ്ഥ. അതിക്രൂരന്മാരായ ബലാത്സംഗ കുറ്റവാളികൾ, കൊലയാളികൾ അടക്കമുള്ളവരാണ്, അതായത് നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകളാണ് എൽ സാൽവഡോറിലെ ജയിലിൽ കഴിയുന്നത്. മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോറിൽ അടുത്ത കാലത്തായി കുറ്റവാളികളുടെ സംഖ്യയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ശക്തമായ വരുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ കള്ളക്കടത്ത് ലോബികളുടെ പ്രവർത്തനം കൊണ്ട് സത്യത്തിൽ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞ ഒരു രാഷ്ട്രമാണ് എൽ സാൽവദോർ. കുറ്റവാളികൾ വർദ്ധിച്ചതോടെ ഇവരെ പാർപ്പിക്കാനുള്ള അസൗകര്യങ്ങളിൽ ശ്വാസം മുട്ടുകയായിരുന്നു രാജ്യം. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തടവുകാരുള്ള രാഷ്ട്രം കൂടിയാണ് എൽ സാൽവദോർ എന്നുള്ളതാണ്. 2023 ഫെബ്രുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ തുറന്ന് സത്യത്തിൽ എൽ സാൽവദോർ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. 60,000 കുറ്റവാളികളെ പാർപ്പിക്കാനാവുന്ന ജയിലായിരുന്നു ഇത്. അമേരിക്കയിലെ ഏറ്റവും കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള തടവറയാണ് എൽ സാൽവദോർ. എന്തായാലും സെന്റർ ഫോർ ദി കൺഫൈൻമെന്റ് ഓഫ് ടെററിസം എന്നറിയപ്പെടുന്ന ചെക്കോലുക്കയിലെ ഒരു വലിയ തടവറയിൽ ഏകദേശം 40,000 തടവുകാരെ പാർപ്പിക്കാൻ കഴിയും. ഈ തടവറയിൽ ഇതുവരെ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു തടവുകാരനെയും മോചിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ തടവറ സന്ദർശിച്ച് ഡെയിലി മെയിലിനാണ് ഡേവിഡ് ജോൺ എന്ന പ്രമുഖ മാധ്യമപ്രവർത്തകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് സത്യത്തിൽ എല്ലാവരും ഞെട്ടിക്കുന്നതാണ്. കൊടും ക്രിമിനലുകളെ വരെ പാർപ്പിക്കുന്ന കുപ്രസിദ്ധ തടവറ. ഇവിടെ കണ്ട കാഴ്ചകൾ വളരെ ഭയപ്പാടോടെയാണ് ഡേവിഡ് ജോൺസ് വിവരിക്കുന്നത്. 40,000 കൊടുകുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന എൽ സാൽവദോർ ജയിലിലെ തടവറയിലെ ചിത്രങ്ങളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഈ ജയിലിൽ കഴിയുന്ന ആളുകൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം, നമുക്കറിയാം കാരണപർവ്വത കേസിലെ ഷെറിനെയൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖരുടെ പിൻബലമുള്ളവർക്കൊക്കെ VIP ട്രീറ്റ്മെൻറ്റ് വരെ കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളതെങ്കിൽ യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്ന അവസ്ഥയിൽ യാതൊരു മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഉന്നയിക്കാതെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഇരുട്ട് പോലും
പേടിക്കുന്ന അവസ്ഥയെന്ന് പറയില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ എൽ സാൽവദോർ ജയിലുകളിലുള്ളത്. നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. തടവുകാരുടെ ശരീരത്തിൽ പച്ച കുത്തിയിരിക്കുന്നതും തല മൊട്ടയടിച്ചിരിക്കുന്നതും ഒക്കെ കാണാം. തല കുനിച്ച് കൈവിലങ്ങിട്ട് കൈകൾ പിന്നിലേക്ക് കെട്ടു നിൽക്കുന്ന രീതിയിൽ വേണം തടവുകാർ പോകേണ്ടത്. അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇവരെ ഒരു മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല. കൊന്നു തള്ളാൻ പറ്റാത്തത് കൊണ്ട് ചത്തതിനൊക്കുമേ ജീവിക്കലും എന്ന് പറയുന്ന പോലെയാണ് ഇവിടെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്. ചിത്രത്തിൽ അർദ്ധനഗ്നരായ തടവുകാർ കനത്ത ആയുധധാരികളായ കാവൽക്കാരുടെ നിരീക്ഷണത്തിൽ കീഴിൽ നിരയായി നിൽക്കുന്നതൊക്കെ കാണാം. എന്തായാലും എൽ സാൽവദോറിന്റെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണുന്ന ആളുകൾ എന്തായാലും അനധികൃതമായി ഇനി അമേരിക്കയിലേക്ക് കുടിയേറുമോ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സുരക്ഷാ ജീവനക്കാരൊക്കെ തടവുകാർ തല ബലമായി കുനിച്ചു പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. തലയിൽ കൈകൾ വെച്ച് മുറിക്കുള്ളിലെ തറയിൽ തടവുകാർ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിച്ചിട്ടാണ് ഇവർ പലപ്പോഴും ഉള്ളത്. എന്തായാലും എൽ സാൽവദോർ ഒരു പേടി സ്വപ്നമാണ്. അങ്ങോട്ടേക്കാണ് അമേരിക്ക ഇപ്പോൾ കരാറുമായി ഒപ്പിട്ടിരിക്കുന്നത്. അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ആളുകളെ അതാത് രാഷ്ട്രങ്ങൾക്ക് വേണ്ടാത്ത പൗരന്മാരെ എൽ സാൽവദോറിൽ കൊണ്ട് മരണക്കയത്തിലേക്ക് തള്ളിക്കളയാം എന്നാണ് അമേരിക്കയുടെ തീരുമാനം. ഇതുപോലെ തന്നെയാണ് അമേരിക്കയിലെ ഏറ്റവും കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള തടവറയായ ഗ്വാണ്ടനാമോ ബേ തടവറ. ഇവിടേക്കും ആളുകളെ കൊണ്ടുപോകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. തെക്ക് കിഴക്കൻ ക്യൂബയിലെ ഗ്വാണ്ടനാമോ ബേയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്വാണ്ടനാമോ ഡിറ്റൻഷൻ ക്യാമ്പ് 2002 ആരംഭിക്കുന്നത്. ഘട്ടം ഘട്ടമായി വിപുലീകരിച്ചു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെ US സേന പിടികൂടുന്ന തീവ്രവാദികളെയാണ് പ്രധാനമായും ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജയിൽ ശിക്ഷാരീതികളിലേക്ക് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ അത് വേണമോ വേണ്ടയോ, അതായത് ഇത്രയും ഒരു എക്സ്ട്രീമായിട്ടുള്ള ഇത്രയും അധികം ഒരു കാര്യം ജീവിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ വന്നാൽ ജീവൻ പച്ചപിടിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകളെ മരണക്കയത്തിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്തൊരു കയത്തിലേക്ക് തള്ളിയിടുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. അനധികൃതമായ കുടിയേറ്റങ്ങൾ അത് ഏതൊരു രാഷ്ട്രത്തിനും ബാധ്യതയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ അങ്ങനെ തന്നെ നിലനിർത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞൊരു ഭരണാധികാരിയുടെ അവർ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയത്. അപ്പം അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ ഒരു ആക്രമണം നടത്തി കയറിയതൊന്നുമല്ല. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിലെത്തിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ US ജനത തീർച്ചയായും പിന്തുണയ്ക്കുമായിരിക്കും. പക്ഷേ അവിടെ ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്തായാലും ചർച്ച ചെയ്യാതിരിക്കാനാവില്ല.